ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ചപ്പാത്തിക്കും ചോറിനും പറ്റിയ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചാളക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുരുമുളക് ഇട്ട് വെച്ച നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചാളക്കറിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് ഞാനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. നന്നായി ഒന്ന് അരച്ച് അതോടെ മാറ്റി വയ്ക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ ഈ മീൻ കറി ഉണ്ടാക്കുന്നത്. ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. കടുകും ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കണത് ഒരു 10-15 അല്ലി ചുവന്നുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചുവന്നുള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ കുരുമുളക് ഇട്ട മീൻ കറി എന്ന് പറയുമ്പോൾ എരിവിനായിട്ട് കുരുമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് ഇടുന്നത്. ഇപ്പോൾ കാശ്മീരി മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതൊരു 2-2.5 ടീസ്പൂണോളം കാശ്മീരി മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പൊടിയുടെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കുരുമുളകും മല്ലിയും വെളുത്തുള്ളി ഇഞ്ചി അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലത്തെ വെള്ളമയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുടംപുളി വെള്ളത്തിലിട്ടത് ചേർത്ത് കൊടുക്കുക. അതുമാതിരി കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒന്ന് കഴുകിയ വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/2 കിലോ മീൻ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യണത്. വെള്ളമൊക്കെ ചേർത്ത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മീനൊക്കെ ചേർത്തും മീനൊക്കെ നന്നായിട്ട് വെന്ത് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീനൊക്കെ നന്നായിട്ട് വെന്ത് ചാറ് നന്നായി കുറുതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ കുരുമുളക് ഇട്ട് വെച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇപ്പോൾ ചോറിനായാലും ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണുന്നവരുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.